എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഇനോജിനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഒരു ഡ്രോയിങ് ഒക്കെ വരച്ച് അത് പ്രിന്റിംഗ് മെഷീനിലിട്ട് അതിന്റെ ഒരുപാട് സിറോക്സ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അവന്റെ പപ്പ സായി ഇപ്പൊ ഡോർ തുറന്ന് അകത്തേക്ക് വരും. സായി ചോദിക്കും, നീ എന്താ ഈ ചെയ്യണേ? ഇതെന്തിനാ ഇത്രയും ഫോട്ടോ ഒക്കെ വരച്ച് അതിന് സിറോക്സ് എടുക്കുന്നേ? അതിനവൻ പറയും, ഒരുപാട് കാലായി ഞാൻ ഇങ്ങനെ ഒരു ഐഡിയയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള ആവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. ഒരു അർജന്റ് ആയിട്ടുള്ള സമയം വന്നാ വരയ്ക്കാനോ അത് ഉപയോഗിക്കാനോ എന്നെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. സോ അതുകൊണ്ട് ഒരു ചിത്രം വരച്ച് അതിന്റെ സിറോക്സ് എടുത്തു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കതിൽ ജിപ്സോ അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഇതൊരു നല്ല ഐഡിയ അല്ലേന്ന് ചോദിച്ച് അവൻ വീണ്ടും വീണ്ടും അതിന്റെ കോപ്പി എടുക്കും. സായിക്കാണെങ്കിൽ ചത്താ മതിന്നാവും. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ ഫുഡ് കഴിക്കാൻ താഴേക്ക് പോവും. കട്ട് ചെയ്ത ചോച്ചിയും ചോച്ചോയും ഷിക്കടയും അവർ ഈനോ ചിക്കോ ഫോർമേഷനിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചോച്ചയാണെങ്കിൽ ചോച്ചോ ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് തൂക്കിയെടുക്കും. ഷിക്കട അവന്റെ ഷാഡോ പവർ വെച്ച് ചോച്ചോയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ചോച്ചയെടുത്ത് ഷിക്കടയ്ക്ക് നേരെ വലിച്ചെറിയും. അവനാണെങ്കിൽ അവിടെ പോസ്റ്ററായി അങ്ങനെ വീണ് കിടക്കും. ഉടനെ ഈനോജിൻ അവൻ അവിടേക്ക് വന്നിട്ട് പറയും, സൂപ്പർ സ്ക്രോൾ ബീസ്റ്റ് പവർ അതുപയോഗിച്ച് ഞാൻ ചോച്ചോയെ തകർക്കും. ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ പ്രിന്റ് എടുത്ത ആനിമൽസിനെ മുഴുവൻ ജിപ്സ് ഉപയോഗിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ്. അവറ്റകളെല്ലാം തന്നെ ഫുൾ സ്പീഡില് ചോച്ചിക്ക് നേരെ പാഞ്ഞെടുക്കും. പക്ഷെ ചോച്ചിയാണെങ്കിൽ സെക്കൻഡുകൾ വെച്ച് അവറ്റകളെ ഇല്ലാതാക്കുകയാണ്. ചോച്ചിയാണെങ്കിൽ സെക്കൻഡുകൾ വെച്ച് അവരെല്ലാവരെയും ഫൈറ്റ് ചെയ്ത് തെറിപ്പിക്കും. ഇവിടെ ഈനോജിൻ അവൻ വീണ്ടും വീണ്ടും ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് വർക്കാവില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഈനോജിനും സായിയും അവർ രണ്ടുപേരും ഇപ്പൊ തിരികെ പോവാണ്. ഈനോജിൻ ഒരുപാട് സാഡായി സായിയോട് പറയും, ഞാൻ ആക്ച്വലി നന്നായിട്ട് തന്നെയല്ലേ എല്ലാം ചെയ്തേ, പക്ഷെ എന്റെ സ്ക്രോള് അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയില്ല. എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ വരച്ചു വെച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളായി നോക്കി നിരാശയായിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായി ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷന്റെ പോസ്റ്റർ ഇപ്പൊ സായി കാണാം. സായി ഈനോജിനോട് പറയും, ഉറപ്പായിട്ടും നീ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. ഈനോജിനാണെങ്കിൽ ആ മത്സരം തീരെ ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള മത്സരങ്ങളിലൊന്നും പങ്കെടുക്കില്ല. അത് കൊച്ചുകുട്ടികളുടെ മത്സരമാണ്. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. പപ്പ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്തുകൊണ്ടാണ് എന്റെ സ്ക്രോള് വർക്കൗട്ട് ആവാതിരുന്നത്? അതിന് സായി പറയും, ആദ്യം നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഈ ഒരു മത്സരത്തില് നീ ഉറപ്പായിട്ടും മത്സരിച്ചേ പറ്റൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സായി അവൻ നല്ല രീതിയിൽ വരച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ മത്സരത്തിൽ പങ്കെടുക്കും. സായിക്കാണെങ്കിൽ അവൻ തന്നെ ആ മത്സരത്തിൽ ജയിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. പക്ഷേ മത്സരം കഴിയുമ്പോ അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അതിൽ ജയിക്കുക മറ്റാരുമല്ല, ബൊറൂട്ടോയുടെ അനുജത്തി സാക്ഷാൽ ഹീമാവരിയാണ്. ഈനോജും പറയും, ഉറപ്പായിട്ടും ഹീമാവരി അവൾ ഹൊക്കാഗയുടെ മകളായതുകൊണ്ടാണ് അതിൽ ജയിച്ചത്. പക്ഷെ സായി അവന് പറഞ്ഞു കൊടുക്കും, ആക്ച്വലി നീ നിന്റെ ചിത്രവും അവൾ വരച്ച ചിത്രവും തമ്മിൽ കമ്പയർ ചെയ്യ്. നീ ഇതുപോലെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും എൻജാ സ്ക്രോൾ ജിപ്സു അതുപോലും യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്ത ഇനോജിൻ അവൻ വരച്ച ചിത്രമായി ഇപ്പൊ വീട്ടിലേക്ക് വരും. അതിനുശേഷം അത് കാര്യമായിട്ട് പരിശോധിക്കുകയാണ്. അവന്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ സായിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് വിഷമമാവും. സായി പറയും, ഞാൻ പറഞ്ഞത് ഒരല്പം കൂടിപ്പോയി. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്തി എത്രയും പെട്ടെന്ന് അത് തിരുത്തണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ അക്കാദമി. ഇത്തവണ അക്കാദമിയിലേക്ക് പുതിയൊരു ഗസ്റ്റ് ലെക്ചർ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ സായി. ഷിനോ പറയും, നിങ്ങൾ പല മിഷനും പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻ വരയ്ക്കാനും ചിത്രം വരയ്ക്കാനൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് വരയ്ക്കാൻ അറിഞ്ഞില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ മിഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇദ്ദേഹമാണ് സായി. ഇദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ്. മാത്രമല്ല ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ജിപ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയും. ചിത്രം വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഈ മാസ്റ്റർ നിങ്ങൾക്ക് തരുമെന്ന് ഷിനോ പറയും. ഉടനെ സായി പറയും, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ആ സുന്ദരിയായ പെൺകുട്ടിയാണ്. അവളെ ഏറ്റവും നന്നായിട്ട് ആര് വരയ്ക്കുന്നോ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അവൻ കൈ നീട്ടി. ഉടനെ എല്ലാവരും സായി പറഞ്ഞ സുന്ദരി അതാരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ചോച്ചോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. എന്നെ തന്നെയാണോ മാസ്റ്റർ സുന്ദരി എന്ന് വിളിച്ചത്? അടുത്ത സെക്കൻഡ് ഇപ്പൊ എല്ലാവരും ചോച്ചോയെ വരയ്ക്കാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ വരച്ചു കഴിയും. ഹായ് സാർ, ഞാൻ അവളുടെ ഫോട്ടോ അത് വരച്ചു കഴിഞ്ഞു. ഉടനെ എല്ലാവരും ഓടി വന്ന് ബൊറൂട്ടോ വരച്ച ചിത്രം അത് കാണും. ബൊറൂട്ടോയുടെ ചിത്രം കണ്ട് അവര് ഷോക്കാവും. ഇത്രയും വൃത്തികെട്ട ഒരു ചിത്രം ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് ഷിക്കട പറയും.
പക്ഷേ സായിക്ക് മാത്രം ആ ചിത്രം ഇഷ്ടാവും. ബൊറൂട്ടോ, ഉറപ്പായിട്ടും നിനക്കും നിഞ്ച സ്ക്രോൾ ജിപ്സു അത് വരയ്ക്കാനായിട്ട് കഴിയും. കട്ട് ചെയ്താ ഇവിടെ ഇനോജിൻ. അവനാണെങ്കില് ഇപ്പൊ അവന്റെ വിഷമം സഹിക്കാൻ കഴിയില്ല. എങ്കിലും എന്തായിരിക്കും എന്റെ ഈ ജിപ്സു ഒന്നും വർക്കൗട്ട് ആവാത്തതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും പക്ഷി, തവള, പാറ്റ എന്നിങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് അതിന് പവർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതെല്ലാം തന്നെ ഫെയിലായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ വീണ്ടും പപ്പ പറഞ്ഞ കാര്യം ആലോചിക്കും. നീ ഹീമാവരിയുടെയും നിന്റെയും ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ബിൽഡിങ്ങിന്റെ തൊട്ട് മുകളിലായി ചോച്ചോ. അവളാണെങ്കില് ഇപ്പൊ ഈനോജിൻ ടെൻഷനായി നിൽക്കുന്നൊക്കെ കണ്ട് അങ്ങനെ നോക്കി നിൽക്കും. അവൾ ചോദിക്കും, ഈനോജിൻ എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവൻ ഒരുപാട് ദേഷ്യത്തിലും സങ്കടത്തിലും പറയും, ഞാനിനി ഈ സൂപ്പർ ബീ സ്ക്രോള് അത് വരയ്ക്കില്ല, എന്നെ കൊണ്ട് ഇതൊന്നും വരയ്ക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അതവൻ വലിച്ചെറിഞ്ഞ് അവിടുന്ന് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഷിനോ മാസ്റ്റർ ആളാണെങ്കിൽ സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഉടനെ ഈനോ ഷിക്കോഫോ അത് ക്രിയേറ്റ് ചെയ്യാനായി നമ്മുടെ 3 ആൾക്കാരും റെഡി ആയിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് മെറ്റൽ ഡി, ഇവാബെ, ടെങ്കി അവര് 3 പേരും ഒരു ടീമായിട്ട് നിൽക്കും. ഉടനെ 2 ടീമും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ഇത്തവണ ഇനോജിൻ അവന്റെ പപ്പയുടെ പവറല്ല, മറിച്ച് ഈനോയുടെ പവർ ആയിരിക്കും ഉപയോഗിക്കുക. മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഇവാബെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അല്പനേരം കഴിയുമ്പോഴേക്കും ആ ഒരു ജിപ്സു അത് ബ്രേക്ക് ആവും. അതിന് ഷിക്കട പറയും, ഈനോജിൻ നിന്റെ അമ്മയുടെ ജിപ്സു അത് അത്ര സിമ്പിൾ ആയിട്ടും പെട്ടെന്നൊന്നും ഉപയോഗിക്കാൻ നിനക്കാവില്ല. നല്ലപോലെ ട്രെയിനിങ് എടുത്ത് കഷ്ടപ്പെട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഡെങ്കി ആണെങ്കിൽ അടുത്ത സെക്കൻഡ് സ്മാർട്ടായിട്ട് ഫൈറ്റ് ചെയ്യും. ഇവിടെ ഷിക്കട അവൻ ഈനോജിനോട് പറയും, എത്രയും പെട്ടെന്ന് നിന്റെ സ്ക്രോൾ ഉപയോഗിക്ക്. പക്ഷേ ഈനോജിനാണെങ്കിൽ അവന്റെ കൈ വിറയ്ക്കാണ്. അവനെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ പടം വരയ്ക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ സർവ്വശക്തി സംഭരിച്ച് അവനിപ്പോ പതിയെ അതിൽ വരയ്ക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അടുത്ത സെക്കൻഡ് ഇവാബെ അവൻ ചാടി വന്ന് അവരെ 3 പേരെയും ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഷിനോ മാസ്റ്റർ കറക്റ്റ് ടൈമില് വിസിൽ വലിച്ചൂതും. അങ്ങനെ ഇവാബെ ആൻഡ് ടീം അവര് ജയിച്ചിരിക്കുകയാണ്. ഷിക്കടയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടാവും. നമ്മൾ 3 പേരും അവരുടെ മുൻപിൽ തോറ്റുപോയിരിക്കുകയാണ്. ഇതിലും വലിയൊരു അപമാനം ഇനി വരാനില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ സായിയെയും ഈനോയെ കാണിക്കും. സായി ചോദിക്കും, ഈനോജിൻ അവൻ അക്കാദമിയിലേക്ക് പോയോ? അതിന് ഈനോ പറയും, അതെ അവൻ പോയി. പോകുന്നതിന് മുൻപ് എന്റെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സുവിനെ കുറിച്ച് അവൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അതെന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അവൻ ആ സ്ക്രോൾ ജിപ്സു അത് നന്നായിട്ട് അറിയാവുന്നതല്ലേ, പിന്നെന്തിനാണ് മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സുവിനെ കുറിച്ച് എന്നോട് ചോദിച്ചത്? അതിന് സായി പറയും, അവന്റെ ടാലന്റ് അത് ശരിക്കും അവൻ മനസ്സിലാക്കിയിട്ടില്ല. ആക്ച്വലി അവൻ ഈ നിഞ്ച സ്ക്രോൾ വരയ്ക്കാൻ നല്ല കഴിവുണ്ട്, പക്ഷെ അതെങ്ങനെയാണെന്ന് മാത്രം അവൻ അറിയില്ല. കട്ട് ചെയ്ത ഈനോജിൻ അവനാണെങ്കിൽ ഫുൾ ടെൻഷനിൽ അങ്ങനെ കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സായ് ആളാണെങ്കിൽ ഇപ്പൊ ഹീമാവരിയും കൂട്ടിയായിരിക്കും അക്കാദമിയിലേക്ക് വരിക. സായ് പറയും, ഇവളാണ് നറൂട്ടോയുടെ മകൾ സാക്ഷാൽ ഹീമാവരി. ആർട്ട് ഫംഗ്ഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഇവൾക്കാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹീമാവരിയോട് ചോദിക്കാം. ക്ലാസ്സിലെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഹീമാവരിയെ ഒത്തിരി ഇഷ്ടാവും. അപ്പ ഗേൾസ് അവര് ഹീമാവരിയോട് പറയും, ഞങ്ങളുടെ ക്ലാസ്സിലും നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അവൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ അത് മൂവ് ചെയ്യും. മറ്റാരുമല്ല, സായ് മാസ്റ്ററുടെ മകൻ സാക്ഷാൽ ഈനോജിൻ. ഹീമാവരിക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് അത്ഭുതമാവും. അവളിപ്പോ അവന്റെ അടുത്തേക്ക് ഓടി വരും. ആണോ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം അത് ചലിക്കോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതുപോലൊരു പടം എനിക്ക് വരച്ചു തരുമോ? അതിന് ഈനോജിൻ പറയും, ഞാൻ വരച്ച ചിത്രങ്ങളിപ്പോ മൂവ് ചെയ്യാറില്ല. കട്ട് ചെയ്ത ഈനോജിൻ അവൻ വീട്ടിലേക്ക് വന്ന് അവൻ വരച്ച ചിത്രങ്ങള് പെയിന്റ് ബുക്സ്, പെൻസില്, കളേഴ്സ് അങ്ങനെ എല്ലാം തന്നെ ഒരു ബോക്സിൽ വെക്കുകയാണ്. ഉടനെ ഈനോ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവൻ പറയും, ഹീമാവരി അവൾ എന്നോട് ചലിക്കുന്ന ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഇതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. സോ എൻ്റെ ചിത്രം അത് ഞാൻ എൻ്റെ ഡ്രോയിങ് അത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ഓരോ സാധനങ്ങളായി ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ അങ്ങനെ അടുക്കി വെക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ പണ്ട് വരച്ച ഒരു ഫാമിലി ചിത്രം കാണുക. അതിനുശേഷം അവൻ ബൊറൂട്ടോയും കൂട്ടി ഇപ്പൊ ഹീമാവരിയെ കാണാൻ അവളുടെ അടുത്തേക്ക് പോവും. ഈനോജിൻ ഹീമാവരിയോട് പറയും, എനിക്ക് നിന്റെ കുറച്ച് ഹെൽപ്പ് വേണം. എനിക്ക് ചിത്രം വരയ്ക്കാൻ നിന്റെ സഹായം ആവശ്യമാണ്. ഹീമാവരി, നീ ചിത്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ആലോചിക്കാറ്? എങ്ങനെയാണ് നീ വരയ്ക്കാറ്? ഉടനെ അവൾ എങ്ങനെ ചിത്രം വരയ്ക്കുന്നു, അവൾ എന്തൊക്കെയാണ് ആ സമയത്ത് ചിന്തിക്കുക എന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും അവളൊരു പ്രത്യേക കാര്യം പറയുക, ഞാൻ എപ്പോഴും ചിത്രം വരയ്ക്കുമ്പോൾ എൻ്റെ പപ്പയെക്കുറിച്ചായിരിക്കും ആലോചിക്കുക. ഒരുപാട് സന്തോഷത്തിൽ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഞാൻ ചിത്രം വരയ്ക്കുക. അങ്ങനെ നീയും ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടിപൊളിയാവെന്ന് പറഞ്ഞ് അവളിപ്പോ ഈനോജിനെ ചിത്രം വരയ്ക്കാനായിട്ട് നിർബന്ധിക്കും. ബൊറൂട്ടോ
ഒറൂട്ടോ ആണെങ്കിൽ ഹേമാവരി വരച്ച ഒരു ചിത്രം അത് കാണിച്ചു കൊടുക്കും. ഉടനെ സ്ക്രോളില് ഏനോജിൻ ചിത്രം വരച്ച് തുടങ്ങുമ്പോഴേക്കും ഒറൂട്ടോയുടെ കയ്യിലുണ്ടായിരുന്ന ഹേമാവരിയുടെ ചിത്രം അതങ്ങനെ പറന്നു പോവാണ്. അവര് 3 പേരും ആ ചിത്രം പിടിക്കാനായിട്ട് അതിന്റെ പിന്നാലെ പോവും. പക്ഷെ അപ്പോഴേക്കും അതടുത്തുണ്ടായിരുന്ന ഒരു അരുവിയിലേക്ക് വീഴും. ഇവിടെ ഏനോജിൻ അവന് മനസ്സിലാവും, ചിത്രം വരയ്ക്കുമ്പോൾ നമ്മുടെ ഇമോഷൻ അത് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് വർക്കൗട്ട് ആവും. അപ്പൊ മാത്രമേ ആ ഒരു ചിത്രം അത് പൂർത്തിയാവൂ. അടുത്ത സെക്കൻഡ് അവൻ ഫീലിങ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഒരു ചിത്രം വരയ്ക്കും. അതിനുശേഷം നിഞ്ച ആർട്ട് പവർ ഉപയോഗിച്ച് അവൻ വരച്ചൊരു പറവയെ പുറത്തേക്ക് ഇറക്കുകയാണ്. അതേ പറവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏനോജിൻ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ ഹേമാവരിയുടെ ചിത്രവും തിരികെ പിടിക്കും. ഹേമാവരി ആണെങ്കിൽ അത് കണ്ട് വണ്ടടിച്ച് നിൽക്കുകയാണ്. അവൻ പതിയെ അടുത്തേക്ക് വന്ന് അവളുടെ ചിത്രത്തിലും അവന്റെ പവർ ഉപയോഗിച്ച് അവറ്റകളെ ചിത്രത്തിലുള്ളതെല്ലാം തന്നെ ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരാണ്. ഉടനെ ഏനോജിൻ അവൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ തിരികെ വീട്ടിലേക്ക് വരും. അതിനുശേഷം പപ്പയോട് പറയും, ഹേമാവരിയിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കഴിവ് ഞാൻ വീണ്ടെടുത്തു. എന്റെ എക്കാലത്തെയും ഫേവറേറ്റ് പിക്ചർ അത് ഇതാണെന്ന് പറഞ്ഞ് അവരുടെ ഫാമിലി ഫോട്ടോ അതവൻ വരച്ചത് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.